നമസ്കാരം. ഒരു കാരണവശാലും UAE നിയമലംഘനം വെച്ച് പൊറുപ്പിക്കില്ല. ഏതെങ്കിലും രീതിയിൽ നിയമലംഘനം നടത്തിയാൽ കടുത്ത നടപടി തന്നെ UAEയുടെ ഭാഗത്തു നിന്നുണ്ടാകും. 12 തൊഴിലാളികളെ നിയമവിരുദ്ധമായി ജോലിക്കെടുത്തതിന്റെ പേരിൽ 2 പേർക്ക് കോടതി 6 ലക്ഷം ദിർഹം പിഴ ചുമത്തിയിട്ടുണ്ട്. ഫെബ്രുവരിയിൽ നടത്തിയ പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. നിയമവിരുദ്ധമായി ജോലി ചെയ്ത 12 തൊഴിലാളികളെ 1000 ദിർഹം പിഴ ചുമത്തുകയും നാടുകടത്തുകയും ചെയ്തു. റെസിഡൻസി നിയമലംഘകരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ മാസം 4771 സ്ഥാപനങ്ങളിൽ 252 പരിശോധനകളാണ് നടത്തിയത്. പെർമിറ്റ് ഇല്ലാതെ തൊഴിലിടങ്ങളിൽ ജോലിയെടുക്കുന്നതും ഒരു കമ്പനിയിൽ ജോലി ചെയ്യവേ മറ്റ് കമ്പനികളിൽ തൊഴിലെടുക്കുന്നതും നിയമലംഘനമായി തന്നെ കണക്കാക്കുന്നുണ്ട്. അറസ്റ്റിലായ നിയമലംഘകരെ നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി എന്നാണ് വിവരം. കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ നിയമലംഘകർക്കും അവരെ ജോലിക്കെടുത്തവർക്കും പിഴയും ചുമത്തിയിട്ടുണ്ട്. ചിലര് നാട് കടത്തുകയും ചെയ്തിട്ടുണ്ട്. നിയമവിരുദ്ധമായി ഒരു തൊഴിലാളിയെ ജോലിക്കെടുക്കുകയോ താമസിപ്പിക്കുകയോ ചെയ്താൽ 50,000 ദിർഹം വരെ പിഴ ചുമത്തുമെന്നാണ് അധികൃതർ താക്കീത് നൽകുന്നത്. ജോലി നൽകാതെയും മറ്റ് കമ്പനികളിൽ ജോലി ചെയ്യാൻ അനുവദിക്കാതെയും തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതും ഇതേ ശിക്ഷ ലഭിക്കുമെന്നാണ് വിവരം. കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചാൽ ശിക്ഷകൾ ഇരട്ടിയാക്കും. ജീവനക്കാരെ നിയമിക്കുമ്പോൾ റെസിഡൻസി നിയമം പാലിക്കണമെന്ന് കമ്പനികൾക്ക് അധികൃതർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ 4 മാസത്തെ വിസ പൊതുമാപ്പ് അവസാനിച്ചിരുന്നു. അതിനുശേഷം അതോറിറ്റി നടത്തിയ പരിശോധനകളിലാണ് നിരവധി നിയമലംഘകരെ പിടികൂടിയത്. ജനുവരിയിൽ മാത്രം റെസിഡൻസി നിയമം ലംഘിച്ച 6000 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ ഭൂരിഭാഗം പേരെയും നാട് കടത്തിയിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള ഗ്രേസ് പീരീഡ് കാലയളവിൽ പൊതുമാപ്പിലൂടെ നിയമലംഘകർക്ക് വിലക്ക് കൂടാതെ രാജ്യം വിടാനോ പുതിയ തൊഴിൽ കരാർ നേടാനോ നിയമപരമായി UAEയിൽ തുടരാനോ അനുവാദമുണ്ടായിരുന്നു. 2018 ഇതിനു മുമ്പ് പൊതുമാപ്പ് പ്രഖ്യാപിച്ചത്. പൊതുമാപ്പിലൂടെ ഇന്ത്യക്കാരടക്കം ഒട്ടേറെ പ്രവാസികൾ നേരത്തെ തന്നെ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. 2024 UAE പൊതുമാപ്പ് കാലയളവിൽ ഔട്ട് പാസ് ലഭിച്ച രാജ്യം വിട്ടവർക്ക് ഏത് വിസയിലും UAEയിലേക്ക് തിരിച്ചെത്താൻ യാതൊരു തടസ്സവും ഇല്ലെന്ന് UAE നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി സ്വദേശത്തേക്ക് മടങ്ങിയ വിദേശികൾക്ക് വിസിറ്റ് വിസ, എംപ്ലോയ്മെന്റ് വിസ തുടങ്ങി വിവിധ തരത്തിലുള്ള വിസകളിൽ രാജ്യത്തേക്ക് മടങ്ങി വരാനാകുമെന്നും ഉണ്ടായിരുന്നു. മുൻ പൊതുമാപ്പുകളിലെ പോലെ ആജീവനാന്ത വിലക്ക് ഇത്തവണ ഇല്ലായിരുന്നു. വിസ നിയമം ലംഘിച്ചവർക്ക് ശിക്ഷ കൂടാതെ രാജ്യം വിടാനോ രേഖകൾ ശരിയാക്കി UAEയിൽ തുടരാനോ പൊതുമാപ്പ് അവസരം നൽകിയിരുന്നു. കമ്പനികൾക്ക് ആവശ്യമുള്ളവരെങ്കിൽ പൊതുമാപ്പ് നേടിയവരെ ഉടൻ നിയമിക്കാനും കഴിയുമായിരുന്നു. പൊതുമാപ്പ് കാലയളവിന്റെ അവസാന ദിനങ്ങളിൽ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമാപ്പ് കേന്ദ്രമായ അൽ അവീർ സെന്ററിലും ദുബായിലെ അമർ സെന്ററുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. 4 മാസം നീണ്ട UAE പൊതുമാപ്പ് ദുബായിൽ 15,000-ഓളം ഇന്ത്യക്കാർ പ്രയോജനപ്പെടുത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. 2117 പാസ്പോർട്ടുകളും 3589 എമർജൻസി സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തിരുന്നു. 3700-ലേറെ എക്സിറ്റ് പെർമിറ്റുകൾ ലഭ്യമാക്കുന്നതിനുള്ള സഹായവും കോൺസുലേറ്റ് നൽകിയിരുന്നു. കമ്പനികളും വ്യക്തികളും റെസിഡൻസി നിയമം പാലിക്കണമെന്ന് അധികൃതർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.